ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഐഫക്കുട്ടി ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ക്യാമറമാനും അയക്കണമെന്ന് പുതിയൊരു ക്യാമറമാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട് ചിക്കൻ മേടിക്കാൻ പോരാനെന്ന് പറഞ്ഞാണ്ട് കുറേ നേരമായിട്ട് ഒരുങ്ങി നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്, ഈ അവിടെ നിന്നോ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. പിന്നെ ഏതായാലും എൻ്റെ ഒപ്പം കൂടി അങ്ങനെ പോന്നു കേട്ടോ. ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോവുകയാണ്. ഐഫക്കുട്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഞാൻ ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത വീഡിയോസൊക്കെ എടുക്കണം, എന്നാലേ ഇനി ഞാൻ വീഡിയോ എടുത്തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഞങ്ങളിവിടെ പിന്നെ പാടൊക്കെ ഉണ്ടായതുകൊണ്ടേ നല്ല പച്ചപ്പാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് പുഴയിലൊക്കെ പോയി വന്നു കേട്ടോ. അങ്ങനെ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചിക്കൻ വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് പോന്നു കേട്ടോ. ഇവിടെ ചെറിയൊരു കടാണ്ടങ്ങൾ, അതൊരു ചായക്കടയാണ് കേട്ടോ. അതിപ്പോൾ തുറന്നതാണ്, ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. വൈകുന്നേരം ആയാൽ നല്ല രസമാണ് കേട്ടോ. അവിടെ കുറേ ആൾക്കാരുണ്ടാവും. അതേപോലെ ആ പാടത്ത് കുട്ടികൾ പന്ത് കളിക്കാൻ വരുമ്പോഴൊക്കെ ചായ കുടിച്ചിരിക്കാനൊക്കെ നല്ല സുഖമാണ്, നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ. അങ്ങനെയാണല്ലോ റോഡ് സൈഡിലൊക്കെ ചെറിയ ചായക്കട ഉണ്ടാവും, ചെറുകടികളൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. എന്നോട് പറഞ്ഞും ചെയ്തെന്ന് വെച്ചാൽ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കരുത് കേട്ടോ, അപ്പോൾ ഒന്ന് ഇടുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമുക്ക് 5 കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ കാണാം. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ കാണിക്കണം എന്താണെന്നൊക്കെ ചോദിക്കുന്നു, കമൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഐഫ കിച്ചൻ ചാനൽ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഇപ്പോഴും വിളിച്ചിട്ട് ഓരോ കൂട്ടുകാർ സംശയം കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അത് എനിക്കെല്ലാം അറിഞ്ഞിട്ടല്ല, പക്ഷേ അവർക്ക് അറിയാൻ ആഗ്രഹമില്ല, കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഒരു മനസ്സിലാക്കലുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ എനിക്കും ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ സന്തോഷം കേട്ടോ. ഞാൻ ഈ ഒരു കാറ്ററിങ് തുടങ്ങിയത് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അറിയുന്നതും അറിയാത്തൊക്കെ ആയിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കും ചെറിയൊരു വരുമാനമൊക്കെ ഇതിൽ നിന്ന് കിട്ടുമ്പം എനിക്കൊരു സന്തോഷമല്ലേ. നമുക്ക് പൈസയൊക്കെ കൊടുത്താരും സഹായിച്ചാനൊന്നും കഴിയില്ല, പക്ഷേ ഇതേപോലെ നമ്മൾ ചെയ്യണതൊക്കെ കണ്ട് അതേപോലെ നമ്മളോടും ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യുമ്പം അതൊരു എന്താ പറയുക പ്രത്യേക സന്തോഷമാണ് കേട്ടോ. എനിക്ക് സന്തോഷം തന്നെയാണ്. 5 കിലോ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ 100 ഇഞ്ചിയും 150 വെളുത്തുള്ളിയും 200 പച്ചമുളകും കേട്ടോ ഞാൻ വാങ്ങിച്ചിരുന്നത്. പച്ചമുളക് 200 ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, ഒരു 150 പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ടാവും, 150 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി എടുക്കുന്ന കാട്ടിലും വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണം കേട്ടോ. വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം, അപ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സവാള 2 കിലോ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബിരിയാണി മസാല ഉണ്ടാക്കാൻ കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ വൈകുന്നേരം ഇട്ടിട്ടുണ്ടായിന്. ആവശ്യമുള്ളവർക്ക് ഹൈഫ കിച്ചൺ ബിരിയാണി മസാല എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ വരും കേട്ടോ. അപ്പോൾ ബിരിയാണി മസാലയൊക്കെ പൊടിച്ച് അതൊന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മൾ ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിക്കാൻ. അപ്പോൾ ഇത് ചൂടാറിയപ്പോൾ ഞാനതൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് അവിടെ പുറത്തെടുത്ത് വെച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി മസാലയൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കി പൊടിക്കണേന് നോക്കില്ല. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് വാങ്ങിക്കണ ബിരിയാണി മസാലപ്പൊടി ഉണ്ടല്ലോ, അത് എത്ര ഇട്ട് കൊടുത്താലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെയുള്ള പണി ചിക്കനിൽ മസാല തേച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ഒരു ചെമ്പിൻ്റെ ഉള്ളിൽ ഈ കറുത്ത കളർ കാണുന്നുണ്ടല്ലോ, അതെന്താ വെച്ചാൽ ഞാൻ അതേപോലെ ചിക്കനിൽ മസാല തേച്ചാണ്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ അങ്ങനെ ആവണതാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും അല്ല, അഴുക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് സുർക്കയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത് മസാല ഒന്ന് അയച്ചെടുത്തിട്ടോ. എന്നിട്ട് ചിക്കനിൽ നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതോടെ അടച്ചു വെക്കാം. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 അടുപ്പത്ത് ഓരോ കടായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ 2 പാത്രത്തിലാണെങ്കിലും ഒറ്റ ട്രിപ്പിൽ എന്തായാലും ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. 2-3 പ്രാവശ്യമാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. നമുക്ക് 5 കിലോ ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പാത്രത്തിലിട്ടിട്ട് വലിയൊരു പാത്രം വെച്ചിട്ട് അതിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വലിയ ഉരുളിയൊക്കെ വെച്ചിട്ട് അതിലങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലൊക്കെ മതി. അപ്പോൾ എന്താ വെച്ചാൽ ഓയിൽ ഒരുപാട് വേണേനും പിന്നെ ആ ഓയിൽ വെറുതെ വേസ്റ്റ് ആക്കേണ്ടി വരും കേട്ടോ. പിന്നെ അത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാക്കണത്. പിന്നെ അതേപോലെ
നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇപ്പം ഇല്ലേനും. അപ്പോൾ എന്തായാലും കുറച്ച് അധികം സമയം എടുക്കുന്നല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് കുഴപ്പമില്ലല്ലോ. നമുക്കിത് 3 മണിക്ക് കൊടുത്താൽ മതി കേട്ടോ. ഫുഡ് 3 മണിക്കാണ് അവർ കൊണ്ടുപോകാൻ വരിക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് റെഡിയാക്കി എടുത്താൽ മതി. സമയം ഒരുപാട് കിടക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ മസാല തേച്ച് വെക്കുമ്പോഴേ ഒരുപാട് മസാലയൊന്നും ഇട്ട് കൊടുക്കൂല കേട്ടോ. കുറച്ച് മസാലയെ ചേർത്ത് കൊടുക്കുള്ളൂ. അതെന്താ വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ അല്ലല്ലോ, ചിക്കൻ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു മസാലയിൽ ഇതിക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ നമ്മളപ്പോൾ ചേർത്ത് കൊടുക്കും. അപ്പം അങ്ങനെയാണ് കേട്ടോ നല്ലത്. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചട്ടിയിൽ എന്തായാലും ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ നല്ലോണം അങ്ങോട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്യണില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണുള്ളൂ. പിന്നെ ബിരിയാണി ദമ്മിൽ കടക്കുമ്പോൾ അങ്ങനെ വെന്തോളും ചിക്കൻ. മസാല ഉടയാതെ വെക്കാനാണ് കേട്ടോ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കോരി മാറ്റുന്നുണ്ട്. പിന്നെ 2ാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറാക്കി വറ്റിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ അരി തിളപ്പിച്ച് ഊറ്റിയിട്ടേന് ബിരിയാണി ഉണ്ടാക്കൽ. ഇപ്പോൾ നമ്മൾ കൈമ റൈസാണ് കേട്ടോ യൂസ് ചെയ്യൽ. ഈ ഒരു റൈസിന് നല്ല സ്മെല്ലാട്ടോ. തിളപ്പിച്ചുറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ ഞാനത് കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ വേണം. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുപ്പ് കത്തിക്കാനെന്ന് വിചാരിച്ച് നിന്നതാട്ടോ. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ 2 ദിവസം മുന്നിട്ടൊരു വീഡിയോയിൽ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിന് കേട്ടോ. കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ട്. എന്നോട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് അതിനെക്കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടേനി ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ല എന്നാട്ടോ അവർ പറയണത്. കൊടുക്കത്തെ ആരോഗ്യമാണല്ലോ. പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പൈസ ഇല്ലായിട്ടൊന്നുമല്ല. ഞാൻ പുഴയ്ക്ക് അലക്കാൻ പോകണമൊക്കെ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ. അപ്പോൾ പുഴയ്ക്ക് അലക്കാൻ പോണത് പുഴയിൽ പോയി അലക്കണതൊക്കെ ആരോഗ്യം ഉണ്ടായിട്ടാണ്, അഹങ്കാരമായിട്ടാണ്, അതൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ എന്ത് അഹങ്കാരം കാണിച്ചിട്ടാണ് അവ പറയണത് കേട്ടോ. ഇതുവരെ ആരും അങ്ങനത്തെ ഒരു കമൻറ്റ് ഇട്ടിട്ടില്ല. അങ്ങനെ നെഗറ്റീവ് കമൻറ്റും ഉണ്ടാവലില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ അതേപോലെ ഓരോ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവും. പക്ഷേ ഇതുപോലെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ജിന്ന മലക്കാണെന്നൊക്കെയാണ് ആ ഒരു വിചാരിച്ചിരിക്കണത്. ഞാൻ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്, അതേപോലെ തന്നെ കാറ്ററിങ് ചെയ്യുന്നുണ്ട്, പിന്നെ വീട്ടുജോലി ചെയ്യണത്, ഇപ്പോൾ പുഴയിൽ പോയി അലക്കും ചെയ്യുന്നത്. ഇതൊക്കെ ഒടുക്കത്തെ ആരോഗ്യം ഉണ്ടായിട്ടാണെന്നൊക്കെ കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും പറയണവർ പറഞ്ഞോട്ടെ. ഞാൻ പോണ വഴിക്ക് അങ്ങനെ പോകും, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നതും അതേപോലെ തന്നെ ജോലി ചെയ്യണതും സമ്പാദിക്കണതും ഒക്കെ അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ചില കൂട്ടുകാരൊക്കെ അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോട് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളെപ്പോലെയുള്ള പട്ടികൾ വരും വാലാട്ടാൻ, അങ്ങനത്തെ വാക്കൊക്കെയാണ് കേട്ടോ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും ആ കമൻറ്റ് വായിച്ചപ്പോൾ ചെറിയൊരു സങ്കടം തോന്നി, പിന്നെ ഒരു സന്തോഷം തോന്നി കേട്ടോ. എന്തായാലും എന്താ പറയുക, നല്ല ആരോഗ്യമുള്ള നല്ലൊരു സ്ത്രീയാണെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ഇപ്പം ഇനി യൂട്യൂബിൽ വീഡിയോസ് ഇടുകയാണെങ്കിലും ആരെ കണ്ടൻറ്റും പോയി ഇടല്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അതേപോലെ പബ്ലിക്കായിട്ട് അങ്ങനെ വന്നുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യല്ല. എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ ഒക്കില്ല, എന്തെങ്കിലും ടിപ്സുകളോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസേ ഞാൻ ചെയ്യാറുള്ളൂ. എന്തായാലും ഞാൻ അങ്ങനെ ഒരു അഹങ്കാരിയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. അപ്പോൾ എനിക്കൊന്നും അറിയാമല്ലോ എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിക്കണമെന്നുള്ളത്. എനിക്കൊരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ വർത്താനം പറഞ്ഞ് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിഞ്ഞ ആ ഒരു എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുത്താണ്ട് അങ്ങനെ സവാളൊക്കെ വഴറ്റിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് അതൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. മസാലപ്പൊടികൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഒക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പൊടിച്ച് വെച്ച ബിരിയാണി മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു. നമ്മൾ വീട്ടിൽ ബിരിയാണി മസാല ഉണ്ടാക്കി പൊടിക്കുകയാണെങ്കിൽ 1 കിലോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ മസാല ഇട്ടാൽ മതി കേട്ടോ. വലിയൊരു സ്പൂൺ മസാല ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ 5 കിലോനല്ല ഉണ്ടാക്കുന്നത്, 5 സ്പൂൺ മസാല എടുത്തിട്ടുണ്ടേന്. പിന്നെ അത് എത്ര എടുക്കണം എന്നൊക്കെ ഉള്ള അതിൻ്റെ ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലൊന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ തക്കാളി 1 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതും കട്ട് ചെയ്തിട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി കുറച്ച് അധികം ചേർക്കണത് നല്ലതാണ് കേട്ടോ. മസാല നല്ലോണം ഉണ്ടാവും. അതേപോലെ തക്കാളിൻ്റെ ആ ഒരു പുളിയും ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകുമ്പോഴേ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. കുറച്ച് അധികമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക തക്കാളി ഓവറായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഞാൻ തൈരും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോയ്ക്ക് 1 നാരങ്ങ എന്നുള്ള കണക്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ നാരങ്ങ.
ഇത് 250ൻ്റെ ഒരു പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി നോക്കിയിട്ട് നല്ല പുളി ഇല്ലതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പുളി കുറവാണെങ്കിൽ അതിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നാരങ്ങയൊക്കെ ചേർക്കണ്ടല്ലോ, നമ്മൾ നാരങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കനിൽ നമ്മൾ കുറച്ച് സുർക്കയൊക്കെ ചേർത്താണ്ടാണ്, വിനാഗിരിയൊക്കെ ചേർത്താണ്ടാണ് നമ്മൾ മസാല തേച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പുളിയൊക്കെ ഉണ്ടാവും. ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഓവറായി ചേർക്കാൻ ഞാൻ മതി കേട്ടോ. കുറച്ചാണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഏറിക്കഴിഞ്ഞാൽ പിന്നെ ഗതികേടേക്കാരം. പിന്നെ അതേപോലെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ ഇത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഞാൻ അങ്ങനെ ചിക്കൻ പൊരിക്കലില്ല കേട്ടോ. ചിക്കൻ പച്ചക്ക് ആണ് നമ്മൾ മസാല ഉണ്ടാക്കുക, ബിരിയാണി ഉണ്ടാക്കൽ കേട്ടോ. ഫ്രൈ ചെയ്ത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കലില്ല. ഇത് പുറത്തേക്ക് കൊടുക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യണത് എന്താ വെച്ചാൽ ഇത് വിളമ്പുന്ന സമയത്ത് ചിലപ്പം ഇറച്ചി എല്ലൊക്കെ വേറിട്ടിട്ടാവും. അപ്പോൾ ഒരിക്കൽ വിളമ്പുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് പൊരിച്ച് കൊടുക്കണത്. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണമല്ലോ. ചോറ് വറ്റിച്ചെടുക്കുക ചെയ്യണേ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് അതിന് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചോറ് വറ്റിച്ചെടുക്കുന്നത്. പിന്നെ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കും ലാസ്റ്റ്. പിന്നെ കുറച്ച് ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ കുറച്ച് മുന്നേ. അരി കഴുകിയിട്ട് ആണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. പിന്നെ ആ ഒരു വെള്ളം ചോർന്ന് വരാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിട്ടാണ്. അങ്ങനെ ദാ ആ ഒരു അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വറുത്തെടുത്താൽ എന്താ വെച്ചാൽ അരി വേവേറുമില്ല. അതുപോലെ ബിരിയാണി ഇങ്ങനെ വെന്ത് വിരകി പോവില്ല കേട്ടോ. വെന്ത് വിരകി പോവില്ല, വേവേറില്ല എന്നൊക്കെ ഒന്ന് തന്നെയാണല്ലേ. അതെല്ലാം അങ്ങനെ ഒരു വറ്റൊന്നും തൊടാതെ ഇങ്ങനെ വിട്ട് നിൽക്കുമല്ലോ. അങ്ങനെ നല്ല റൈസായിട്ട് കിട്ടും കേട്ടോ. അതേപോലെ ഒന്നും ഇങ്ങോട്ട് വറുത്തെടുത്താൽ കുറേ സമയം അതിലിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ ഞാൻ അതിലേക്ക് തിളച്ച വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കണത്. അപ്പം എൻ്റെ കയ്യിൽ നിന്നും ഇതേപോലെയുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റലുണ്ട് കേട്ടോ. എൻ്റെ കയ്യും പൊള്ളിപ്പം തിളച്ച വെള്ളമല്ലേ. അപ്പോൾ എൻ്റെ കയ്യുമൊക്കെ സ്ലിപ്പായിട്ട് വന്ന് ഞാൻ കറണ്ട് അടുപ്പുമ്പോഴാണ് കേട്ടോ ഈ പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു വക്കിന് ചൂടുണ്ടാവില്ല. കറണ്ട് അടുപ്പുമ്പോൾ തിളപ്പിക്കുമ്പോഴേ നമുക്ക് കൈ കൊണ്ട് തന്നെ പിടിക്കാം. പക്ഷേ ഞാനതായി ഒഴിച്ചു കൊടുത്തപ്പോഴേ അതിൻ്റെ ആവിൻ്റെ കയ്യുമൊക്കെ കയറിയാണ്ട് അങ്ങനെ തട്ടി. എന്തായാലും പുറത്തേക്കൊന്നും പോയില്ല. നമ്മുടെ ചെമ്പുക്ക് തന്നെ പോയതിൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയും ചെയ്തിട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാനും മനുഷ്യ സ്ത്രീ തന്നെയാണ്, മലക്കും ജിന്നൊന്നും അല്ല കേട്ടോ. എനിക്കും പൊള്ളലും അതേപോലെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റലും ഒക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം ഞാൻ അളന്നിട്ടാണ് കേട്ടോ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഞാൻ അരി എടുക്കുമ്പം വലിയൊരു പാത്രത്തേക്ക് അരി അളന്നെടുക്കും. എന്നിട്ട് ആ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം അടുപ്പത്ത് വെക്കും. എന്നിട്ട് അതിന് കുറച്ച് വെള്ളം എനിക്ക് ബിരിയാണീൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്ക് ചൂടുവെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുക്കാനൊക്കെ വേണ്ടി വരും. അപ്പോൾ കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് അരി വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിക്ക് ഒഴിച്ച് കൊടുക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സൺഫ്ലവർ ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചൂടായിട്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കരിയാതെ വെക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണൊക്കെ മതി. ഇങ്ങനെ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള ഫ്രൈ ആയി വരും ചെയ്യും. അതേപോലെ തന്നെ അങ്ങോട്ട് കരിഞ്ഞ് വരില്ല കേട്ടോ. കരിയാതെ നല്ല ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടും. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കൊക്കെ കുക്ക് ചെയ്യുമ്പോഴേ ഒരാളും കൂടി നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നൊക്കെ പറയാം. അത് എല്ലായിടത്തും നമ്മളെ കയ്യെത്തണ്ടേ. അതിട്ടിട്ട് നമുക്ക് പോരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേന് കരിയും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു സമയത്ത് പിന്നെ ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് ചോറ് വാങ്ങി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു 70-80% വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ബാക്കി ആ ഒരു ചൂടിൽ കടന്നിട്ട് പോവും. പിന്നെ നമുക്ക് ദം ചെയ്തെടുക്കും വേണ്ടേ. അങ്ങനെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടോ. പിന്നെ നമ്മളെ സവാള ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് പോയത്. തീയ കുറച്ച് കൊടുത്ത് പോയതാട്ടോ. അപ്പോൾ സവാള ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതും ഇതിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചോറ് വറ്റിച്ചെടുത്തല്ലോ, ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അരിയിട്ട് കൊടുത്താലൊക്കെ മതി. അതെന്താ വെച്ചാൽ പുറത്ത് അടുപ്പത്താവുമ്പോഴേ ആ ചെമ്പ് ഞാൻ ഇപ്പോൾ അരി വറ്റിച്ചെടുത്ത ഒരു ചെമ്പുണ്ടല്ലോ, അതൊരു തീരെ കട്ടില്ലാത്ത ചെമ്പാട്ടോ. അതിന് ഇങ്ങോട്ട് പുറത്തുമാണ് വിറകടുപ്പുമാണ്, തീ നമ്മൾ വിചാരിച്ച പോലെ നിൽക്കില്ല.
അപ്പോൾ എന്തായാലും സവാളയൊക്കെ ചെറുതായിട്ടൊരു കരിഞ്ഞ കളറൊക്കെ വരും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാസുമ്മൽ ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് മല്ലിയില അരിഞ്ഞതുണ്ടായിന് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള കളറല്ലേ, എന്താ കരിയെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വേഗം അത് ആ ഒരു നെയ്യിൽ നിന്ന് മാറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് ബിരിയാണി മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മസാലയിൽ എരിവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എരിവും പുളിയും ഒക്കെ ഉണ്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഒരു ഉപ്പിൻ്റെ കുറവുണ്ടേന്. അപ്പോൾ ഞാൻ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പൊടിഞ്ഞ് വരാനൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ വേഗം അടി പിടിക്കും കേട്ടോ. അപ്പം ഇതേപോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു സവാള ഉണ്ടല്ലോ, അതിന് കുറച്ച് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ, വെറുതെ ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മളെ നെയ്ച്ചോറ് എന്തായിക്കണം നോക്കട്ടോ. അപ്പോൾ ചോറ് പാകത്തെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ച് ഊറ്റി തന്നെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കൽ. ഇതേപോലെ വറ്റിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലേ അല്ല. ഞാൻ എങ്ങനെ വറ്റിച്ചാണ്ട് എത്ര കരുതി ഉണ്ടാക്കുകയാണെങ്കിലും ആ ചോറ് ഒരു ബലം വെച്ചുകൊണ്ടേക്കാരം അങ്ങോട്ട് മയത്തിൽ കിട്ടലില്ലേന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരി മാറ്റി ഇപ്പോൾ കൈമ റൈസാക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മയമുള്ള ചോറേക്കാരം. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കൽ. നമ്മളടുത്ത് നിന്ന് ബിരിയാണി കൊണ്ടുപോകണമല്ലോ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓർഡർ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണല്ലോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരു പറയുമല്ലോ. അതേപോലെ ചോറിന് വേവ് ഏറെ ഉണ്ടായിനോ കുറവുണ്ടായിനോ എന്നൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കും കേട്ടോ. ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. എന്തെങ്കിലും ഒരു കുറ്റം ഞാൻ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കും ചെയ്യും കേട്ടോ. കുറച്ച് കുറവേനില്ലേ, അല്ലെങ്കിൽ മസാലയിൽ ഉപ്പുണ്ടായിനോ കുറച്ച് കുറവുണ്ടായിനോ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പറഞ്ഞ് ചോദിക്കും കേട്ടോ. എനിക്കൊരു ബേജാറാണ്. നമ്മളിത് പൊട്ടിച്ചാതെയല്ലേ കൊടുക്കുക. ചില ആൾക്കാർ പൊട്ടിച്ച് കൊടുക്കാൻ പറയും. അങ്ങനത്തെ പൊട്ടിച്ച് മസാല വേറെയും ചോറ് വേറെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കും. അല്ലാതെ നമ്മൾ ദം ചെയ്തെടുത്ത് അങ്ങനെ ഇട്ട് ആ ചെമ്പോട് കൂടിയിട്ട് കൊടുക്കല്ല. അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ നമ്മൾ കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കണത്. പിന്നെ അങ്ങനെ ശീലമായിട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം വേവ് എങ്ങനെ എന്നൊക്കെ ഉള്ളത്. ഒരുവിധം നമുക്ക് തന്നെ ദം ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അറിയാം. ഫസ്റ്റിലൊക്കെ ഭയങ്കര സംശയവും കാര്യങ്ങളും ഇനിയും. അപ്പോൾ കേട്ടോ ചോറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തന്നെ അത് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു സൺഫ്ലവർ ഓയിലും അതേപോലെ നെയ്യൊക്കെ ഉണ്ടായിനല്ലോ ഒരുക്കിയത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇനി ഏറ്റവും മേലെ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, RKGൻ്റെ നെയ്യ്. സൺഫ്ലവർ ഓയിലിൽ നമ്മൾ ചോറ് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ ചോറ് നല്ല സോഫ്റ്റ് ആയിക്കാരം. പിന്നെ ഓവറായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ബിരിയാണി മസാല പൊടിച്ചതുണ്ടല്ലോ അതും അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണിക്ക് നല്ല മഞ്ഞ കളറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കുക. പിന്നെ ടാസ്ക് എന്താ വെച്ചാൽ ഇത് അടുപ്പത്തേക്ക് അങ്ങോട്ട് കയറ്റി കിട്ടണം. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടോ, ഞാനും ചിഞ്ചുമോളും കൂടിയിട്ട്. ഇപ്പം മക്കളുണ്ട് കൂടെ, അപ്പം ഓല് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഇന്ന് സവാളയൊക്കെ അരിഞ്ഞെന്ന് ചിഞ്ചുമോളാണ് കേട്ടോ. അതേപോലെ ഓലിങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരുമ്പോൾ നമുക്കും തന്നെ അതേപോലെ ഓർഡറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ തോന്നും ചെയ്യും. അപ്പോൾ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ, വേറെയും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കൂടൂല എന്ന് പറയും. അപ്പോൾ ഞാൻ കുറച്ച് ഓലക്കൊടിയൊക്കെ വെച്ചാണ്ട് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുറ്റുഭാഗവും കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഷ്ടികയൊക്കെ വെച്ച് ദം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കനൽമല അങ്ങനെ കടക്കട്ടെ കുറച്ച് നേരം. 1 മണിക്കൂറൊക്കെ കടന്നാൽ മതി കേട്ടോ. നമുക്കിപ്പോൾ സമയമുണ്ട്, 1 മണിക്കൂറൊക്കെ കടക്കാൻ തന്നെ സമയമുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂർ നിന്നെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ തൈരും ഒക്കെ ഉണ്ടാക്കി അതേപോലെ അച്ചാറൊക്കെ പാത്രത്തിലാക്കി ഒക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഒരു 2:30 2:45 ആയപ്പം ഓരോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഫുഡ് വെച്ചിട്ട് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.